സുലൈമാൻ സേഡ് സെന്റർ വനിതാവേദിയുടെ നേതൃത്വത്തിലുള്ള പിങ്ക് കെയർ പാലിയേറ്റീവ് പദ്ധതി ലോഞ്ചിംഗ് സെപ്റ്റംബർ 8-ന് നടക്കും. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ലോഞ്ചിംഗ് നിർവഹിക്കുമെന്ന് പാലിയേറ്റീവ് കെയർ അധികൃതർ പറഞ്ഞു. സുലൈമാൻ സേഡ് സെന്റർ ഫിസിയോതെറാപ്പി സെന്റർ കുറ്റിച്ചിറയിൽ സൗജന്യ സേവനത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇതിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു പ്രധാനമായൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലാണ് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള പാലിയേറ്റീവ് ഡിവിഷൻ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. കേരളത്തിലെമ്പാടും കോഴിക്കോട് നഗരത്തിലും ഇഷ്ടംപോലെ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലുമെല്ലാം പാലിയേറ്റീവ് ഡിവിഷനുകളുണ്ട്. പക്ഷേ വനിതകൾക്ക് മാത്രമായി ഒരു ഡിവിഷനില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഈ പ്രോജക്റ്റ് നമ്മൾ ലോഞ്ചിങ് ഈ 8-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുകയാണ്. സുലൈമാൻ സേഡ് സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ് ആൻഡ് സോഷ്യൽ സർവീസ് ട്രസ്റ്റ് സിറ്റി ചാപ്റ്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന സുലൈമാൻ സേഡ് സെന്റർ വനിതാവേദിയുടെ നേതൃത്വത്തിലുള്ള പിങ്ക് കെയർ പാലിയേറ്റീവ് പദ്ധതി ലോഞ്ചിംഗ് 8-ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിക്കും. രാവിലെ 9:30-ന് സുലൈമാൻ സേഡ് സെന്ററിലാണ് ചടങ്ങ്. സ്ത്രീകൾക്കും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും വേണ്ടിയാണ് പിങ്ക് കെയർ പാലിയേറ്റീവ്. പ്രത്യേക പരിശീലനം ലഭിച്ച 25 വനിതാ വോളണ്ടിയർമാരുടെ ഹോം കെയർ പരിചരണ പരിപാടി ആരംഭിക്കുമെന്ന് പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസർ MV റംസി ഇസ്മയിൽ, വനിതാവേദി പ്രസിഡന്റ് അസ്മിത നിസാർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.